ഞാൻ ഓതിയതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എനിക്കേതായാലും കിട്ടൂ. അതിൻ്റെ പുറമെ അതിൻ്റെ ഒരു മിസില്, അതുകൊണ്ട് മിസിലെ സ്വഭാവിന്ന് പറഞ്ഞാലും നടക്കില്ല, പറഞ്ഞില്ലെങ്കിലും നടക്കില്ല. അത് ഒരു ദ്വായം കൂടി വേണം, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അബൂ ഹനീഫ ഇമാം പറയുന്നത് ആളെ കരുതിയ കൊണ്ട് ഓതിയാൽ മതി, അവിടെ പ്രത്യേക ദുആ ചെയ്തു കൊള്ളാം എന്നില്ല. അപ്പോൾ ഖുർആൻ ഓതിയതിൻ്റെ ശേഷം അത് ഹദിയ ചെയ്തുകൊണ്ട് ദുആ വേണമോ വേണ്ടയോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അല്ലാതെ അതിന് കൂലി കിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉലമാക്കളുടെ ഇടയിൽ ഇല്ല. ഇത് മുത്തഅല്ലിമീങ്ങളും സാധാരണക്കാരും എല്ലാവരും മനസ്സിലാക്കണം. ബിദ്അത്തിൻ്റെ അഹ്ലുകാരുടെ ഒരു ചീത്ത സ്വഭാവത്തിൽപ്പെട്ടതാണ് ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ച് അവിടെ ഒരു യാസീൻ ഓതാൻ അൽ ഫാത്തിഹ എന്നോ അല്ലെങ്കിൽ യാസീൻ എന്നോ തുടങ്ങിയാൽ 1000-ഓ 2000-ഓ ആളുള്ള ഒരു സ്ഥലത്തിൽ ഈ 4 ആളുണ്ടാവും ചിലപ്പോൾ. ഇത് പറ്റാത്തവർ ഇവരെല്ലാം കൂടി ഇങ്ങനെ പുഴുക്കൾ ഒരുമിച്ച് കൊടുത്തതുപോലെ ഒത്തിരി ഒരുമിച്ച് കൂടി ഇങ്ങനെ കുന്തം പോലെ നിൽക്കും. ഒരു പ്രതിഷേധം പോലെ ഈ മയ്യത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം പോലെ അവരിങ്ങനെ നോക്കി കണ്ണും നോക്കി നിൽക്കലാണ്. എന്നല്ലാതെ പരിശുദ്ധ ഖുർആൻ മയ്യത്തിന് വേണ്ടി ഓതണ്ട എന്ന് ഒരു ഇമാമും എവിടെയും പറഞ്ഞിട്ടില്ല. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന ഹദീസ് ജാമിഅ തിർമിദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അത് സഹീഹാണെന്ന് ഇമാം തിർമിദിയും മറ്റെല്ലാവരും സമ്മതിച്ചിട്ടുള്ളതും ആണ്.